വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷയിന്മേൽ ഇന്ന് വാദം. ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടായേക്കും. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവർക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജേഷ് കരുണാകരനും രേഷ്മ ബാബുവും ചേരുന്നുണ്ട്. ആദ്യം പോകാം ജിജേഷ് കരുണാകരനിലേക്ക്. ജിജേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഡിസംബർ 12 അതും കേരളത്തിന് നിർണായകമാണ്. കാരണം ഈ കേസിൽ നേരിട്ട് പങ്കെടുത്ത, കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട പൾസർ സുനി അടക്കമുള്ള 6 പ്രതികളുടെ ശിക്ഷാവിധി ഇന്നാണ്. എന്തൊക്കെ കുറ്റങ്ങളാണ് ഈ പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്? ഒപ്പം പ്രോസിക്യൂഷന്റെ വാദം എന്താണ്? പ്രതിഭാഗം എന്താവശ്യങ്ങളാണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്? ജിജീഷ്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ ഡിസംബർ 8 പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഡിസംബർ 12. കാരണം ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും വിധിക്കുക എന്നതിനൊപ്പം തന്നെ വിധിന്യായത്തിൻ്റെ പൂർണ്ണമായ പകർപ്പ് അത് പുറത്തു വരുമ്പോൾ, വിധിന്യായം കോടതിയിൽ പൂർണ്ണമായും വായിക്കപ്പെടുമ്പോൾ ഇതിൽ ആക്കപ്പെട്ട നടൻ ദിലീപ് അടക്കമുള്ള ആളുകൾ, അതിനുള്ള കാരണങ്ങൾ കൃത്യമായി തന്നെ ഈ വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കിയിരിക്കും. പ്രത്യേകിച്ച് ദിലീപിനെ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട് വിചാരണ നേരിട്ട ദിലീപ് അടക്കമുള്ള ആളുകളെ ഇതിൽ കേസിൽ നിന്ന് 4 പ്രതികളെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകൾ തന്നെ നടക്കുന്നു. ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന ചോദ്യമെല്ലാം ഉയരുകയും അത്തരം ചർച്ചകളെല്ലാം നടക്കുമ്പോൾ ഈ വിധിന്യായത്തിൽ പൂർണ്ണമായും തന്നെ ഏതെല്ലാം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് എവിടെയെല്ലാമാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്, ഏതെല്ലാം വാദങ്ങളാണ് ശക്തമല്ലാതെ പോയത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ 4 പേരെ വിട്ടയക്കേണ്ട സ്ഥിതി, അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും, ആകെ 10 പ്രതികളുള്ളതിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരൊഴികെ ബാക്കി 4 പേരും കുറ്റവിമുക്തരാകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി വളരെ വിശദമായി തന്നെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുമെന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം ദിലീപിനെ വിട്ടയച്ചു എന്നുള്ള വിവരം വന്നപ്പോൾ വലിയ ഒരു ആഘോഷങ്ങൾ എല്ലാം തന്നെ നടന്ന ആലുവയിലെ ദിലീപിന്റെ വീടിന് മുന്നിലാണ് നമ്മളുള്ളത്. പത്മസരോവരം വീട്. അന്ന് ആഘോഷ നിറവിൽ തന്നെയായിരുന്നു ഈ ഒരു വീട്. വലിയ തോതിൽ വിധിന്യായം കേട്ടതിന് ശേഷം ആഹ്ലാദങ്ങളുണ്ടായി. ഇത് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദിലീപ് അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്ന് വ്യക്തമല്ല. നേരിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല എങ്കിൽ പോലും വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കും വിധി വരിക. ഒപ്പം ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള എല്ലാ തെളിവുകളും അവിടെ ഇല്ലേ? അശ്വതി, ഇന്ന് 11 മണിക്ക് തന്നെ കേസ് വീണ്ടും പരിഗണിക്കപ്പെടാനാണ് സാധ്യത. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ, ശിക്ഷയിന്മേലുള്ള വാദങ്ങൾ പൂർണ്ണമായും കേൾക്കണം. സാധാരണഗതിയിൽ ഇതിൽ പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന ഒരു കാര്യം പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. എന്നാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ 20 വർഷം വരെ കഠിന തടവോ, ജീവപര്യന്തം തടവോ, ജീവപര്യന്തം കഠിന തടവോ, ജീവിതാവസാനം വരെ കഠിന തടവോ എല്ലാം തന്നെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയത് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ പരമാവധി ശിക്ഷ തന്നെ, ജീവപര്യന്തം തടവ് ശിക്ഷ, കഠിന തടവ് തന്നെ നൽകണം എന്ന ഒരു കാര്യം തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തുക. എന്നാൽ പ്രതികൾ നിലവിൽ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള കാലാവധി, പ്രായം എന്നിവയെല്ലാം തന്നെ കണക്കാക്കണമെന്നും ഇവരാരും തന്നെ ഈ ഒരു കുറ്റത്തിൽ നേരിട്ട് പങ്കാളികളായ ആളുകളല്ല എന്നെല്ലാമുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്ന കാര്യത്തിൽ പ്രതിഭാഗവും വാദങ്ങൾ ഉയർത്തുമാണ്. ഇരുഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും കോടതി ശിക്ഷാവിധി, കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ 6 പ്രതികളും എന്ത് ശിക്ഷയാണ് ഇനിയുള്ള കാലയളവിൽ അനുഭവിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിധിന്യായം പുറപ്പെടുവിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ വാദങ്ങൾ കേട്ട ശേഷം, 2 ഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ട ശേഷം മറ്റൊരു ദിവസം വിധി പ്രസ്താവത്തിന് മാറ്റിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. ബലാത്സംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തന്നെയാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. ഇതേ കുറ്റങ്ങൾ തന്നെയായിരുന്നു ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട 4 പേർക്കെതിരെയും ചുമത്തിയിരുന്നത് എങ്കിൽ കൂടി ഗൂഢാലോചന കുറ്റം പൂർണ്ണമായും തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഈ
ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട 4 പേരും ഈ കേസിന്റെ ഭാഗമാകുന്നത് എന്ന് കോടതിയെ ബോധിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിൽ ഇത്തരത്തിലുള്ള ഒരു വിധിന്യായം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ 1-ാം പ്രതി പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, VP വിജീഷ്, സലീം, പ്രദീപ് എന്നിവരുടെ ശിക്ഷയാണ് ഇനി കോടതി വിധിക്കാനുള്ളത്. എന്നാൽ ദിലീപ് അടക്കമുള്ള ആളുകൾ, ചാർലി തോമസ്, എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപ്, 9-ാം പ്രതി സനിൽകുമാർ, 10-ാം പ്രതി ശരത്ജി നായർ എന്നിവരെയായിരുന്നു കോടതി കുറ്റവിമുക്തരാക്കിയത്. ഇവർക്ക് ഗൂഢാലോചനയിൽ പങ്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ ഒരു കുറ്റക്കാരല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വിധി പ്രസ്താവിക്കുകയും ചെയ്തത്. എന്നാൽ വിശദമായ ഒരു വിധിന്യായം പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് കോടതി ഈ കേസിനെ നിരീക്ഷിക്കുന്നത്, ഇതുവരെയുള്ള പ്രതിവാദങ്ങളെ കോടതി നിരീക്ഷിക്കുന്നത്, തന്റെ മുന്നിലെത്തിയ തെളിവുകളെ എങ്ങനെയാണ് കോടതി വിശകലനം ചെയ്യുന്നത് എന്നതെല്ലാം തന്നെ വ്യക്തമാകും. അങ്ങനെ വരുമ്പോൾ ഏതെല്ലാം ഭാഗത്താണ് പോരായ്മകൾ ഉണ്ടായിട്ടുള്ളത് എന്നത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. കാരണം നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയിൽ ദിലീപ് പങ്കെടുത്തതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് കോടതിയിൽ ഈയുടെ വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷയിന്മേൽ ഇന്നാണ് വാദം. ശിക്ഷാവിധി ഇന്ന് തന്നെ അറിയാം. അതായത് ഡിസംബർ 8 പോലെ അതീവ നിർണായകമാണ് കേരളത്തിലെ ഡിസംബർ 12. ഇനി നമുക്ക് രേഷ്മയിലേക്കൊന്ന് പോകണം കൂടുതൽ വിവരങ്ങൾ തേടാൻ. രേഷ്മ, ഗുഡ് മോർണിംഗ്. രേഷ്മ, നമുക്കറിയാം ഈ കേസിലെ 4 പ്രതികൾ, 8-ാം പ്രതി ദിലീപ് അടക്കം 4 പേരെയാണ് കോടതി വെറുതെ വിട്ടത്. അപ്പോൾ ദിലീപ് തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്നു, അതിന്മേൽ കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ഒപ്പം അതിജീവിതയും പ്രോസിക്യൂഷനും ഈ വിധിയിൽ സംതൃപ്തരല്ല എന്ന് ചൂണ്ടിക്കാട്ടി മേൽക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതൊക്കെ എപ്പോഴാകും? അശ്വതി, 11 മണിക്ക് തന്നെ ഈ നടി ആക്രമിച്ച കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് പരിഗണിക്കും. ഇന്ന് ശിക്ഷാ വിധി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ ശിക്ഷയിന്മേൽ വാദമായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക. സ്വാഭാവികമായിട്ടുമുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദഗതികൾ കോടതി കേൾക്കും. ഈ ശിക്ഷ എത്രത്തോളം നൽകണമെന്നുള്ള കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഒരു വാദം മുന്നോട്ട് വയ്ക്കും. ശിക്ഷയിൽ ഇളവ് വേണം എന്നുള്ള ഒരു മറുവാദം പ്രതിഭാഗവും മുന്നോട്ട് വെക്കും. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക്, വിധി പ്രസ്താവത്തിലേക്ക്, ശിക്ഷ എത്ര വേണമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് കോടതി കടക്കുക തന്നെ ചെയ്യും. അതുമാത്രവുമല്ല, അതിനു മുൻപ് തന്നെ ഈ പ്രതികളുടെ ഭാഗം നേരിട്ട് തന്നെ കോടതി കേൾക്കും. നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത് എന്നുള്ള തരത്തിൽ പ്രതികളോട് കോടതി ചില അഭിപ്രായങ്ങൾ തേടും. അവർക്ക് വേണമെങ്കിൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നോ, വീട്ടിൽ പ്രായമായ അച്ഛനമ്മമാരുണ്ടെന്നോ, സാധാരണഗതിയിൽ പ്രതികൾ അങ്ങനെയൊക്കെ തന്നെയാണ് പറയാറുള്ളത്. അത്തരമുള്ള മറുപടിയൊക്കെ തന്നെ പ്രതികൾക്കും നൽകാം. അതിനുശേഷം മാത്രമേ ഈ ശിക്ഷ ഏത് സംബന്ധിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ളൊരു വിധി പ്രസ്താവിക്കലിലേക്ക് കോടതി കടക്കുകയുള്ളൂ. എന്തായാലും 11 മണിക്ക് തന്നെ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇതിൽ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്ത 6 പ്രതികൾക്കും ആണ് ഇപ്പോൾ അവർക്കെതിരായിട്ടുള്ള കുറ്റമാണ് തെളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നുള്ള ഒരു ആവശ്യം തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുക. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, ഈ നടിയാക്രമിച്ച കേസിലെ 1-ാം പ്രതി എന്ന് പറയുന്നത് ഈ കൊട്ടേഷൻ സംഘങ്ങളായിട്ടുള്ള അതിൽ 1-ാം പ്രതി ഈ പൾസർ സുനിയാണ്. 2-ാം പ്രതിയാണ് മാർട്ടിൻ ആന്റണി. അതായത് ഈ നടിയുടെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറാണ് മാർട്ടിൻ ആന്റണി. 3-ാം പ്രതിയാണ് മണികണ്ഠൻ. അതോടൊപ്പം തന്നെ VP വിജീഷ്, വടിവാൾ സലീം, അതോടൊപ്പം തന്നെ പ്രദീപ്. ഇവരാണ് 6 പ്രതികൾ. ഇവരൊക്കെ തന്നെ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തു. പക്ഷേ പൾസർ സുനി അടക്കാത്ത, അല്ലെങ്കിൽ പൾസർ സുനിക്ക് മാത്രമേ നേരിട്ട് ഈ ബലാത്സംഗം ചെയ്തിട്ടുള്ളൂ എന്നുള്ള കുറ്റം നിലനിൽക്കുകയുള്ളൂ എന്നുള്ളൊരു വാദഗതിയായിരിക്കും മറ്റ് 5 പ്രതികളും മുന്നോട്ട് വയ്ക്കുക. അതായത് തങ്ങൾ നേരിട്ട് ഈ ബലാത്സംഗത്തിൽ പങ്കുചേർന്നിട്ടില്ല, പിന്തുണ നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ബലാത്സംഗ കുറ്റമായിട്ട് പ്രോസിക്യൂഷൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വാദഗതിയായിരിക്കും മാർട്ടിൻ ആന്റണി ഉൾപ്പെടെയുള്ള 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഹൈക്കോടതിയിൽ, അതായത് ഹണി എം വർഗീസിന് മുന്നിൽ വാദമായിട്ട് ഉന്നയിക്കുക. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വേണം. ഈ 6 പ്രതികളും നേരത്തെ റിമാൻഡ് തടവിലായിരുന്നു. അതിൽ പൾസർ സുനി 7 വർഷത്തോളമാണ് 7.5 വർഷത്തോളമാണ് റിമാൻഡ് തടവിൽ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ഈ ശിക്ഷയിൽ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് അത് കുറച്ചുകൊണ്ട് വേണം ശിക്ഷ പ്രഖ്യാപിക്കാനായിട്ടുള്ളൊരു വാദം കൂടി കോടതിയിലേക്ക് ഉന്നയിക്കുക തന്നെ ചെയ്യുക. അതുകൂടാതെ ബാക്കിയുള്ള പ്രതികൾ, അതായത് മാർട്ടിൻ ആന്റണി മുതലുള്ള 2 മുതൽ 6 വരെയുള്ള പ്രതികൾ 6.5 വർഷക്കാലവും റിമാൻഡ് തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു ഇളവായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ളൊരു ആവശ്യം അവരുടെ അഭിഭാഷകരും മുന്നോട്ട് വയ്ക്കും. എന്തായാലും തീർച്ചയായും നടിയെ ആക്രമിച്ച
ആക്രമിച്ച കേസിലെ വിധി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമുക്കറിയാം. 11 മണിക്ക് കോടതി ചേരും. അതിനുശേഷം ഈ ശിക്ഷയിന്മേൽ വാദമുണ്ടാകും. അതിനുശേഷമായിരിക്കും വിധി വരിക. പൾസർ സുനി അടക്കമുള്ള ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികൾക്കെതിരെയുള്ള ശിക്ഷയാണ് ഇന്ന് കോടതി വിധിക്കുക.